അപ്പൊ വാപ്പായും ഉമ്മായും വളരെയേറെ ഗൗരവത്തിൽ കാണണം വിഷയം. കാരണം നിങ്ങളുടെ പോസ്റ്റ് ആ പേര് തന്നെ രക്ഷകർത്താവെന്നാണ്. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവരെ രക്ഷപ്പെടുത്തേണ്ടവരാണ്, ദുനിയാവിലല്ല ആഖിറത്തിൽ. ദുനിയാവിൽ എന്തായാലും നിങ്ങൾ രക്ഷപ്പെടുത്തും. മക്കൾ ഇതാ അവിടെ ബുദ്ധിമുട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലൂലോ വാപ്പായും ഉമ്മായും. മക്കള് കയ്യിലെ ഒരു വിരലിന്റെ അറ്റ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് തീ പിടിച്ചു എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ ചെയ്യൂലേ, ഓടിച്ചെല്ലൂലേ? മക്കളെ വേഗം തന്നെ കൈക്ക് പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകും, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അവരെ ശുശ്രൂഷിക്കാൻ നമ്മൾ തയ്യാറാകും. എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയെന്ന് പറഞ്ഞാൽ വാപ്പാക്കും ഉമ്മാക്കും സഹിക്കില്ല, വലിയ വിഷമമാണ്. മക്കളുടെ മുഖത്തൊരു ചെറിയൊരു പാട് വരുന്നത് കണ്ടാൽ മതി, അപ്പൊ തന്നെ തുടങ്ങും, ഇത് എന്തിന്റെയാന്ന് അറിഞ്ഞില്ല, നാളെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. കയ്യിലൊരു മുഴ വന്നാൽ ഇതെന്താണ്, നാളെ തന്നെ ബയോപ്സിക്ക് നോക്കണേ. കാരണം ടെൻഷനാണ്, ഇന്നത്തെ കാലം അതാണല്ലോ. അങ്ങനെ ഓടി നമ്മൾ നിൽക്കും. എന്നാൽ ഇതേ കുട്ടി തന്നെ നാളെ മഹ്ശറയിൽ കത്തിച്ചൊരിക്കുന്ന നരകത്തിലേക്ക് എറിയപ്പെടാൻ വേണ്ടി വരുമ്പോ എന്റെ മാതാപിതാക്കളാകും നമുക്ക് പേടിയില്ലേ? ഈ കുട്ടി ദുനിയാവിൽ അശ്ലീലമാക്കപ്പെട്ട കാഴ്ചകളും സിനിമകളും ഈ വേനലവധി സമയത്ത് എപ്പോഴും മൊബൈൽ എടുത്ത് വെച്ച് ഗെയിം കളിച്ചുകൊണ്ട് നിലകൊള്ളാൻ, ലാപ്ടോപ്പിലൂടെ ഗെയിമിന്റെ ലോകത്താണ്, അതിന് മണിക്കൂറുകൾ ഇങ്ങനെ സമയം ചെലവിക്കുന്നത് കണ്ടിട്ട് ഇവൻ നരകത്തിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള ഭയം എന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇല്ലാതായി പോയി? അതാണ് ഖുർആൻ ചോദിക്കുന്നത്, അതാണ് പ്രവാചകർ നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് രക്ഷകർത്താവ് എന്നുള്ള പോസ്റ്റ് പരിപൂർണമായി നീ മനസ്സിലാക്കണം. അവരെ ദുനിയാവിലും രക്ഷപ്പെടുത്തണം, ആഖിറത്തിൽ ഏറ്റവും വലിയ രക്ഷകനായി നീ വരണം. കത്തിച്ചുരിക്കുന്ന നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണം, അതാണ് പറഞ്ഞതിനർത്ഥം. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചൊരിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തത്തെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണേ, അതിനെ തൊട്ട് ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു നമ്മളോട് ഉണർത്തുകയാണ്. നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അതാണ് എന്റെ ചോദ്യം. മക്കള് 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഈ 4-5 മക്കളെ ഏത് രീതിയിലാണ് നിങ്ങൾ വളർത്തിയത്? അവരിപ്പോഴുള്ളതാകുന്ന ശൈലി കൊണ്ട് തീർച്ചയായും അവർ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം ഈ വേനലവധി സമയത്ത്? അവർക്ക് നല്ല ഭാഷപരമായിട്ടുള്ള അറിവ് സ്വായത്തമാക്കി കൊടുക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ഇപ്പോഴുണ്ട്. 20 കോടുകളിൽ ഇതാ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് സ്വായത്തമാക്കാൻ ഞങ്ങൾ ഇതാ തയ്യാറെന്ന് പറയുന്ന കോഴ്സുകളുണ്ട്. അതല്ലാത്തതാകുന്ന കോഴ്സുകളുണ്ട്. 15 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, 20 ദിവസം കൊണ്ട്, 1 മാസക്കാലം കൊണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ ഭാഷ ഇതാ സ്വായത്തമാക്കാം. അറബി വേണോ, ഇംഗ്ലീഷ് വേണോ, ഉറുദു വേണോ, ഏത് രീതിയിൽ സ്പോക്കൺ ഇംഗ്ലീഷുകൾ, അറബികളൊക്കെ വിശാലമാണ്. ഈ വേനലവധി സമയത്ത് കുട്ടികളെ അതുമായി ബന്ധപ്പെടുത്തട്ടെ. ഒരു ഭാഷ കുട്ടികളെ സ്വായത്താക്കല്ലേ? നാളെ ഇവനെ ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും ഒമാനിലും എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രയിൽ ഇവന് ഉപകരിക്കും. ഈ ഭാഷ സ്വായത്തമാക്കിയാൽ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുകയാണ്. അതിലൂടെ അവന്റെ ഉപജീവന മാർഗം വളരെ മനോഹരമാകുകയാണ്. അതിന് വഴിതെളിക്കപ്പെടാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എന്തുകൊണ്ട് ഈ സമയത്ത് അതിനുവേണ്ടി ശ്രദ്ധിച്ചുകൂടാ? ഇനി അതുമല്ല, അവനൊരു പുസ്തകം ഒഴിവാക്കാൻ താല്പര്യമില്ല, എന്നാ അവനെ വിളിച്ചോണ്ട് പോവാ, യാ അല്ലാഹ് നീന്തൽ പരിശീലിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ, സുന്നത്തായ അമലല്ലേ? നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലിമു ഔലാദകും അസ്ബാഹ വരിമായ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ നീന്തൽ പരിശീലിപ്പിക്കണേ, അമ്പെയ്ത്ത് പരിശീലിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീന്തൽ പരിശീലിപ്പിക്കാൻ അതിനുണ്ട് നല്ല കോഴ്സുകളുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ അന്വേഷിച്ച് നോക്കണം, തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെ കൊണ്ടു നോക്കണം. ഓൺലൈൻ സംവിധാനം വിശാലമാണല്ലോ. കുട്ടികളെ നല്ല നീന്തൽ പരിശീലിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നീന്തൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, ശ്വസന വ്യായാമമാണ്. നമ്മൾ കരാട്ടാകട്ടെ, കുൻഫു ആകട്ടെ, ജൂഡോ ആകട്ടെ, അത്തരത്തിലുള്ളതാകുന്ന ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ, ആയോധന കലകളുണ്ടോ, അതൊക്കെ പഠിപ്പിക്കാൻ മക്കളെ വിടണം. പുതിയ തലമുറ ഇതൊക്കെ പഠിച്ചിരിക്കണം. കാരണം അവന്റെ ശരീരത്തിലെ പിത്തം കുറയട്ടെ.
ഈ സാധനങ്ങൾ മുഴുവൻ ജങ്ക് ഫുഡുകളൊക്കെ അടിച്ച് രാവും പകലും അൽഫാമും ഷവായും ഇതെല്ലാം തിന്ന് കൊഴുത്ത് അവസാനം ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കൂല, എപ്പോഴും ഇരുന്നാ മതി. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി കാസർഗോഡേക്ക് പോകണമെങ്കിലും ഒരു അരമണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുമെന്ന് കരുതിയാൽ പോലും നമുക്ക് എന്ത് വേണം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് കണ്ടാൽ പോലും ഒരു 10 മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ വയ്യ. ബസ്സിൽ കയറിയാൽ ആദ്യം നോക്കുന്ന സീറ്റാണ്. ചെറുപ്പക്കാർ വരെ എല്ലാവർക്കും ഇരുന്നാ മതി. ട്രെയിനിൽ കയറിയാൽ ആദ്യം നോക്കുന്ന സീറ്റാണ്. ആരോഗ്യപരമായി വളരെ ക്ഷീണിതരാണ് നമ്മളൊക്കെ. ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു നിക്കാഹ് വന്നു, നല്ല ഭക്ഷണം കഴിച്ചു, ബിരിയാണിയാണ് കഴിച്ചത്. കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നെന്താ പരിപാടി, ഒരു ജ്യൂസും കുടിച്ചിട്ട് മാറി കടക്കുകയാണ്. യഥാർത്ഥത്തിൽ ബിരിയാണി കഴിച്ചവൻ ആരോഗ്യം വേണ്ടെടുക്കല്ലേ വേണ്ട, ഭക്ഷണം കഴിച്ചവൻ അതിനനുസരിച്ചുള്ള പണിയെടുക്കല്ലേ വേണ്ട. നമ്മൾ നേരെ തിരിച്ചാ, നമ്മൾ ഉറങ്ങാണ്. കാരണം എന്താ, ക്ഷീണമാണ്. ഓൾറെഡി കിഡ്നിയൊക്കെ ഏകദേശം പോയിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഷുഗറുള്ള ആളുകളെ തന്നെ പറയും മധുരമില്ലാത്ത ചായ മതി എന്ന് പറയും. ചായ മധുരം ഉള്ളതുകൊണ്ട് കൊടുത്തു. അപ്പൊ ആചാര്യ പറയും മധുരമില്ലാത്ത മതി. മധുരമില്ലാത്ത ചായയായിട്ട് വീട്ടുകാർ രണ്ടാമത് വരുമ്പോൾ അലുവയുടെ കഷ്ണം പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ആചാര്യ 2 അലുവ എടുത്ത് വെച്ചു. അതങ്ങനെ പണ്ടുപോലെ ശീലമായി പോയെന്ന് പറയും. ചായ മധുരമില്ലാത്ത കുടിക്കും, ബാക്കിയുള്ളതൊക്കെ മധുരം ഇട്ട് കുടിക്കും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. നമ്മുടെ ആരോഗ്യ രീതിയാണ്. അതുകൊണ്ട് എന്തായി, കിഡ്നിയൊക്കെ അള്ളാഹത്ത് പോയി. ഇനി പുതിയത് വല്ലതും വെക്കണം, അതിനുവേണ്ടി പിന്നെ മത്സരിക്കുക. ഇപ്പൊ എല്ലാവരും അതാ പരിപാടി, ഒരു ഫാഷൻ പോലെ കൊണ്ടുവന്നിരിക്കുക. കുറച്ചും കൂടെ കഴിയുമ്പോൾ 40-കാരന് കിഡ്നി വേണം എന്ന് പറഞ്ഞ് അവകാശപ്പെടും. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നില്ല? അള്ളാഹു രോഗികൾക്കൊക്കെ പരിപൂർണ്ണ ശിഫാ നൽകട്ടെ, ആഫിയത്ത് തരട്ടെ. വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ആരോഗ്യം വളരെ വിശാലമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ്.